PFA പുരസ്കാരത്തിൽ റെക്കോർഡിട്ട ലിവർപൂൾ താരം മുഹമ്മദ് സല കഴിഞ്ഞ സീസണിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയതോടെ ഇത് മൂന്നാം തവണയാണ് സല നേട്ടത്തിലെത്തുന്നത്. The one and only Mohamed Salah. ലിവർപൂൾ താരം അലക്സിസ് മാക് അലിസ്റ്റർ, ന്യൂകാസ്റ്റലിന്റെ അലക്സാണ്ടർ ഇസാക്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ബ്രൂണോ ഫെർണാണ്ടസ്, ഏഴ്സണലിന്റെ ഡെക്ലാൻ റൈസ്, ചെൽസിയുടെ കോൾ പാമർ എന്നിവരെ പിന്തള്ളിയാണ് സലയെ കഴിഞ്ഞ സീസണിലെ മികച്ച താരമായി പ്രൊഫഷണൽ ഫുട്ബോൾ അസോസിയേഷൻ തെരഞ്ഞെടുത്തത്. 29 ഗോളുകളും 18 അസിസ്റ്റുകളുമായി ടോപ്പ് സ്കോററായ സലയുടെ കരുത്തിലാണ് ലിവർപൂൾ പ്രീമിയർ ലീഗിൽ രണ്ടാം കിരീടം ഉയർത്തിയത്. നേട്ടത്തോടെ ഏറ്റവും കൂടുതൽ തവണ PFA പുരസ്കാരം നേടുന്ന താരമായി മുഹമ്മദ് സല. നേരത്തെ 2018-ലും 2022-ലുമാണ് സല പുരസ്കാരത്തിന് അർഹനായത്. പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദി സീസൺ, ഗോൾഡൻ ബൂട്ട്, പ്ലേ മേക്കർ തുടങ്ങിയ നേട്ടത്തിന് പിന്നാലെയാണ് സലയെ തേടി PFA അവാർഡും എത്തിയത്. ഈജിപ്തിൽ നിന്ന് വന്ന് ചരിത്രം സൃഷ്ടിക്കാൻ സാധിക്കുന്നതിൽ വളരെയധികം അഭിമാനമുണ്ടെന്ന് പുരസ്കാര നേട്ടത്തിന് പിന്നാലെ സല പ്രതികരിച്ചു. I look at myself now like a guy coming from Egypt and make it to the top level, make a history today, so it's something make me so proud. ആസ്റ്റൺ വില്ലയുടെ ഇംഗ്ലീഷ് മധ്യനിര താരം റോജർ മോർഗനെ മികച്ച യുവതാരമായി തെരഞ്ഞെടുത്തു. വനിതകളിൽ ഏഴ്സണലിന്റെ മരിയോണ കാൽഡൻഡി മികച്ച താരമായും ഒലിവിയ സ്മിത്തിനെ മികച്ച യുവതാരവുമായും പ്രഖ്യാപിച്ചു. I think it's just so special to be here. After 10 years in Barcelona, I take the challenge and I came to the best league in the world, and just to be voted for my mates for that, I'm really thankful for that. കഴിഞ്ഞ സീസണിലെ PFAയുടെ പ്രീമിയർ ലീഗ് ടീമിൽ ലിവർപൂളിന്റെയും ആഴ്സണലിന്റെയും ആധിപത്യമാണ്. 4 ലിവർപൂൾ താരങ്ങളും 3 ആഴ്സണൽ താരങ്ങളും 2 നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് താരങ്ങളും ടീമിൽ ഇടം പിടിച്ചു. ന്യൂകാസ്റ്റൽ, ബോൺമൗത്ത് ടീമുകളിൽ നിന്നാണ് മറ്റുള്ളവർ. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.